ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽജിയത്തിൽ നിന്ന് ലക്സംബർഗിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ലുക്സംബർഗ്. അപ്പോൾ നമുക്കിവിടെ കാലത്ത് ഞാൻ ഇന്ന് നെതർലാൻഡ്സിൽ നിന്ന് വണ്ടി എടുത്തതാണ്. ഒരു 3:45 കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞു ബെൽജിയത്തിൽ കയറി. ബെൽജിയത്തിൽ നിന്ന് നേരെ ലക്സംബർഗിലേക്ക്. ഇനി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രാൻസിലേക്ക് കയറിയിട്ട് അതുവഴി ലിയോൺ വഴി സ്പെയിനിലേക്ക്. അപ്പോൾ ലോഡ് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നെതർലാൻഡ്സിൽ നിന്ന് കയറ്റിയതാണ്. ബാർസലോണ, ഹിരോണ, വലൻസിയ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലേക്കായിട്ടാണ് ലോഡ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ കുറേ നാളായി ലക്സംബർഗ് വഴി ഇറങ്ങിയിട്ട്. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡ്സിൽ നിന്ന് സാധാരണ എനിക്ക് ലോഡ് കിട്ടാറ് മാഡ്രിഡിലേക്കാണ്. അപ്പോൾ മാഡ്രിഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഇട്ട് വെച്ചേക്കട്ടെ. മാഡ്രിഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി കയറേണ്ട കാര്യമില്ല. നമ്മൾ നേരെ നെതർലാൻഡ്സിൽ നിന്ന് ബെൽജിയം കയറും. ബെൽജിയത്തിൽ നിന്ന് നേരെ ഫ്രാൻസ് കയറി പാരീസ് വഴി കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി ഇരുൺ എന്ന് പറയുന്ന ഫ്രോntera, അതായത് സ്പെയിനിൽ നിന്ന് കയറാനായിട്ട് 2 ബോർഡറുകളാണ് ഉള്ളത്. സാധാരണ ഇതിൽ 3 ഉണ്ട്. 2 സാധാരണ ഇതിൽ നമ്മൾ ട്രക്കുകാർ യൂസ് ചെയ്യണത്. ഒന്ന് വന്നിട്ട് ബാർസലോണ ഹിരോണ റൂട്ട്, രണ്ടാമത് വന്നിട്ട് ഇരുൺ എന്ന് പറയുന്ന സ്ഥലം വഴിയായിട്ട് 2 ഭാഗത്തോടെ കയറി വരാം. ഒന്ന് വന്നിട്ട് യൂറോപ്പിൻ്റെ ഇടത് ഭാഗത്തോട്ട്, മറ്റേത് വലത് ഭാഗത്തോട്ട്. അപ്പം നമ്മളിവിടെ ലക്സംബർഗിൻ്റെ എൻട്രൻസ് ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കിൽ പെട്ട് കിടക്കണം. കാരണം ഇപ്പോൾ രാവിലെ വന്നിട്ട് 9 മണിയാണ്. അത്യാവശ്യം ഒരു ബ്ലോക്കിൻ്റെ സമയമാണ്. കാരണം ലക്സംബർഗിലേക്ക് ഇപ്പോൾ ബെൽജിയത്തിൽ നിന്നായിരുന്നാലും ഫ്രാൻസിൽ നിന്ന് ഇതിൽ കൂടുതൽ തിരക്കായിരിക്കും. കാരണം ജോലിക്ക് വേണ്ടി ആൾക്കാർ പുറത്തുനിന്ന് കയറിയാണ്. അത് അവിടെ ടാക്സ് ഫ്രീയും പേയ്മെൻറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സാലറിയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം അപ്പം അങ്ങോട്ട് കയറും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരക്കുറവായിരിക്കും. കാരണം അത് ലക്സംബർഗിൽ നിന്ന് ഇറങ്ങണതാണ്. ഇനി വൈകിട്ടാവുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. കാരണം ലക്സംബർഗിൽ നിന്ന് ആരും ബെൽജിയത്തിലേക്ക് ജോലിക്ക് വരാറില്ല. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ പരിപാടി എന്നിട്ടെന്ന് വെച്ചാൽ, ഇന്നലെ ബെൽജിയത്ത്, അതായത് ഇന്നലെ കാലത്ത് ബെൽജിയത്തിലെ ബ്രസൽസിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ലോഡ് ഇറക്കണമായിരുന്നു. ഒരു പലറ്റ് നമ്മൾ അവിടെ നിന്ന് കയറ്റിയത് അവോക്കാഡോയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു. അവോക്കാഡോൻ്റെ ഒരു പെട്ടി വന്നിട്ട്, ഒരു പലറ്റ് വന്നിട്ട് നമ്മൾ ബ്രസൽസിൽ മാർക്കറ്റിലിറക്കി. അവിടെ നിന്ന് പിന്നെ ബെൽജിയത്തിൻ്റെ വേറെ സ്ഥലത്ത് വന്നിട്ട് ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ 5 സ്ഥലത്തായിട്ട് നെതർലാൻഡ്സിൽ ലോഡ് ഇറക്കി വീണ്ടും. അങ്ങനെ മൊത്തം 7 ലോഡായിരുന്നു നമുക്ക് സ്പെയിനിൽ നിന്നുണ്ടായിരുന്നത്. ഇതിറക്കി അതിനുശേഷം നമ്മൾ 4 സ്ഥലത്ത് നിന്ന് ഇന്നലെ തന്നെ ലോഡ് കയറ്റുകയും ചെയ്തു. നെതർലാൻഡ്സിൽ നിന്ന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ടൈം കഴിഞ്ഞു. വണ്ടി പയ്യനെ കാർഡ് കൂരിയിട്ടാണ് ഞാൻ വണ്ടി ലോഡ് കയറ്റുന്നിടത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവരോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ കിടക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ വേറൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ പോയി കിടക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 4 കിലോമീറ്റർ പിന്നെ കാർഡിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പണി വാളുന്നതുകൊണ്ട് ഞാനപ്പോൾ ഏകദേശം അവിടെ അടുത്ത് തന്നെ വണ്ടി ഒതുക്കിയിട്ട് കാലത്ത് 3 മണിയായിപ്പിക്കും വണ്ടി എടുത്തു അവിടെ നിന്ന് പോന്നു. ഇതുവരെയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മീൻസ് അവിടെ കിടക്കാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് വെച്ചാൽ. അപ്പോൾ അങ്ങനെ കാലത്ത് 4.5 മണിക്കൂർ ഡ്രൈവും കഴിഞ്ഞു. ഇപ്പോൾ 9 മണിയായി കഴിഞ്ഞു. റെസ്റ്റും കഴിഞ്ഞു. നമ്മളിപ്പോൾ വണ്ടി എടുത്തു, ഒരു ചായ ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.
ഇനി മന്ദം മന്ദം താഴത്തോട്ട്. ആ സമയത്ത് ഒരു 10 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് വളരെ കുറവായിരിക്കും. ഉച്ച കഴിഞ്ഞ് നേരെ തിരിച്ച് ആ റൂട്ട് മൊത്തം ബ്ലോക്കായിരിക്കും. ഇവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അവിടേക്ക് കയറുന്നത് അത് ലക്സംബർഗിൻ്റെ വണ്ടിയാണ്. പക്ഷെ ഭൂരിഭാഗം വണ്ടികൾ വന്നിട്ട് ബെൽജിയം വണ്ടികളായിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് യൂണിയൻ ആണെങ്കിലും ഇപ്പോൾ ലക്സംബർഗിൽ നിന്നുള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ എല്ലാ വർഷത്തെയും. അതായത് വണ്ടി പുതിയ വണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷത്തേക്ക് വേണ്ട, പിന്നെ 10 വർഷം വരെ എല്ലാ 2 വർഷവും, പിന്നെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് ITV എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇൻസ്പെക്ഷൻ, വെഹിക്കിളിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഈ സംഭവം ഏത് രാജ്യത്തെ വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ബെൽജിയംകാരാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ബെൽജിയത്തിൽ നിന്ന് വണ്ടി എടുക്കുക. ആ സമയത്ത് ലക്സംബർഗിൽ നിന്ന് വിലക്കുറവിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഇവിടേക്ക് മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ ITV അടിക്കേണ്ട സമയത്ത്, എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടും എപ്പോഴാണോ അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ നിന്ന് അടിക്കേണ്ടി വരും. ഈ പുള്ളി എന്താണ് പോകാത്ത ഓട്ടോയ്ക്ക് അങ്ങ് പാടില്ല തോന്നുന്നു. അപ്പം അതിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ ഭൂരിഭാഗം ബെൽജിയമായിരിക്കാനാണ് സാധ്യത. അത്യാവശ്യം മഞ്ഞൊക്കെ അവിടെയൊക്കെ ആയിട്ട് പെയ്ത് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് -1 ഇന്ന് കാലത്ത് -3 വരെ കയറിയിരുന്നു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള തണുപ്പ് ഫീൽ ചെയ്തില്ല. നമ്മുടെ വണ്ടിയുടെ ചില്ല് പൊട്ടിക്കണത് അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഇതുവരെയായിട്ട് മാറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം യൂസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാറ്റാന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല, ഏകദേശം ഒരു 17 കിലോമീറ്റർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസിലേക്ക് കയറാൻ പറ്റും. പിന്നെ എന്നിട്ടാന്ന് വെച്ചാൽ ലക്സംബർഗിൽ കയറണമെങ്കിൽ എവ്രോവിഞ്ഞേത്ത എന്ന് പറഞ്ഞ സംഭവം എടുക്കണം. ഒരു 12 രൂപ ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ തന്നെയാണ് ഞാനിപ്പോൾ ഇന്നലെ രാത്രി കിടന്നത് നെതർലാൻഡ്സിലാണ്. അപ്പോൾ അവിടുത്തെ ആ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെയും വാലിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടുത്തെ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും എടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ 2 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ വർക്ക് നടപ്പുണ്ട്. അതിൻ്റെ ബ്ലോക്ക് ഇനി വേറെ ഉണ്ടാവും. ഇപ്പോൾ ലക്സംബർഗിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പയ്യനെ സാവധാനം ആൾക്കാർ കൊഴിഞ്ഞു പൊക്കോളൂ. അത് കഴിഞ്ഞ് പകുതി കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരക്കുറവായിരിക്കും. എവിടെ നിന്നൊരു ഫയർ എഞ്ചിൻ മുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇതിനെങ്ങനെ വഴി കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി മാറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വണ്ടി ഹെഡ് ലൈറ്റ് ഇട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും മാറ്റി കൊടുക്കും. ഇവിടെ സാധാരണ രീതിയിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇത് ഓബ്ലിഗേറ്ററിയാണ്. ആ സമയത്ത് എമർജൻസി അല്ലെങ്കിൽ അതിട്ട് ഇപ്പം തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് അവർ ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ലക്സംബർഗിൻ്റെ
സെൻട്രലിലേക്കാണ് കയറണത്. ഇപ്പോൾ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് ട്രക്കിന് വന്നിട്ട് 90 കേട്ടോ. കുറേ സ്ഥലങ്ങൾ ഇത് എഴുതി വെച്ചാണ്. ഇവിടെ ഇപ്പോൾ വർക്കട കണ്ട് ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നിട്ട് 2.5 വീതിയുള്ള സംഭവങ്ങൾ അതിലേക്ക് കയറാൻ പാടില്ല. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്. വലിയ കാര്യമായിട്ടുള്ള സംഭവമില്ല, പക്ഷേ എങ്കിലും ചെറിയ രീതിയിലുള്ള ബ്ലോക്ക്. നമ്മളപ്പോൾ ഏകദേശം വന്നിട്ട് ലക്സംബർഗിനെ ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്സംബർഗിനെ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സംഭവം സ്ഥലം ഇവിടുന്ന് ഇനിയിപ്പോൾ തിരക്ക് കുറയും വണ്ടികളിൽ. ഇനിയിപ്പോൾ അവിടെ നിന്നായിരിക്കും തിരക്ക്. ഇപ്പം ഏകദേശം സെൻറ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ ഇവിടുന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്സംബർഗിൻ്റെ ഔട്ടറേ കൂടെയാണ്, ഒറ്റ വഴിയുള്ളൂ റൗണ്ട് ചെയ്തിട്ട്. ഏനാ ലക്സംബർഗ് സെൻറ്റർ. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പൊടിക്കാറ്റുണ്ടായിരുന്നേ ഐസിൻ്റെ. ഇപ്പോഴും ഇവിടെ -1 തന്നെയാണ്, സംഭവത്തിന് വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൊണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രാൻസിലേക്കുള്ള ഔട്ട് എടുക്കും. ഇത് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ക്രോസ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മതി. ലക്സംബർഗ് ക്രോസ് ചെയ്യാനായിട്ട് 3/4 മണിക്കൂറൊന്നും വേണ്ട മാക്സിമം. ട്രക്കുകൾക്ക് സാധാരണയായിട്ട് ചെറിയ റോഡുകളിലേക്ക് കയറാൻ പാടില്ല. ലോഡ് കയറ്റാനോ ലോഡ് ഇറക്കാനോ ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് ലോഡ് കയറ്റാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആ സമയത്ത് ഞാനവിടെ ലോക്കൽ റോഡിൽ തന്നെ കിടന്നത്. പോലീസുകാരൊക്കെ അതിൽ പോകണ്ടായിരുന്നു, അവരൊരു മൈൻഡ് ചെയ്തില്ലേ. മെറ്റ്സ് ഇവിടെ ഇതിൻ്റെ ഔട്ടറിൽ വരുമ്പോൾ ചില സമയങ്ങളിൽ വന്നിട്ട് അവിടെ ചെക്കിങ് നടക്കാറുണ്ട്. അതെന്തിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറോ വിഞ്ഞത്തൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ.
ക്രോസ് ചെയ്യുന്ന വണ്ടികൾ. താക്കോഗ്രാഫിൻ്റെ വളരെ റയറായിട്ടാണ് ഞാൻ കണ്ടാണ്. ഈ പുള്ളിക്കാരൻ എന്താണ് തിരക്കില്ല നമ്മൾ പോകാനായിട്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് ഔട്ട് എടുക്കണം. Tena Metz. ഇവിടെ നിന്ന് സാധാരണ ഈ സമയത്ത് തിരക്കുണ്ടാവില്ല. ഇപ്പൊ ഇനി ഇങ്ങോട്ട് കയറി വരുമ്പോഴായിരിക്കും തിരക്ക്. സാധാരണ ഈ സമയത്ത് തിരക്കുണ്ടാവാറില്ല, ഞാൻ അറിയില്ല. ഇവിടെ പണികൾ നടപ്പുണ്ടായിരുന്നു. അത് 1-2 വർഷമായിട്ട് ഇവിടെ പണികളൊക്കെ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇല്ല, വർക്കുകൾ കഴിഞ്ഞാണല്ലോ ഇവിടുത്തെ. ഇവിടെ വന്നിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ നല്ല അല്ലെങ്കിൽ സ്കിഡായി പോകും. കാരണം ഐസിൻ്റെ പറ്റകളുണ്ടാവും. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു സ്ലിപ്പറി ആവും. റോഡിൻ്റെ പണിയാണ് തോന്നുന്നു, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അതെ, അപ്പോൾ ഇത് കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട് പണി തീരാനായിട്ട്. 2 വർഷം കഴിഞ്ഞു, 1-2 വർഷമായി ഇവിടെ ഈ പണി തുടങ്ങിയിട്ട്. അവിടെ എഴുതി വെച്ചേക്കണ ബോർഡ് കണ്ടിരുന്ന അവിടെ ഇത് എഴുതി വെച്ചാണ് 2.5 വീതിയുള്ള വണ്ടികൾ, അതിൽ കൂടുതൽ വീതിയുള്ള വണ്ടികളാണ് ശരിക്കും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തത്. എൻ്റെ ഇരിക്കുന്നത് ഫ്രീഗോ ടൈപ്പാണ്. ആ വണ്ടിക്ക് വന്നിട്ട് 2.5 അതിന് വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ ആരും ട്രെയിലർ ആരും അങ്ങനെ ഓവർടേക്ക് ചെയ്യാറില്ല. പക്ഷെ അതിന് വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. ഇപ്പം ഇത് പറ്റില്ല, പക്ഷെ അവിടെ എഴുതി വെച്ചേക്കണ ബോർഡ് അനുസരിച്ചിട്ട് 2.5.
ഫ്രീഗോന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്, 10 സെൻറ്റിമീറ്റർ കൂടുതൽ. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പണി അവസാനിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഫ്രൊന്തേര വരണം. ഫ്രൊന്തേര എന്ന് പറഞ്ഞാൽ കൺട്രി ബോർഡർ വരണം. ഈ സമയത്തായതുകൊണ്ട് ചെക്കിങ്ങിൻ്റെ സാധ്യത കുറവാണ്, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ പീസിൻ്റെ ഹോട്ടൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു വന്നിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറണം. നമുക്കപ്പോൾ സാവധാനം എടുത്തു പോകാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഏകദേശം കൺട്രി ബോർഡറിലേക്ക് എടുത്തു. അവിടുത്തെ ചെക്കിങ് പറഞ്ഞുതരാം. ഇവിടത്തേക്ക് വീടുകൾ ഇപ്പം കോടമഞ്ഞ് വീഴുന്ന ആരും കൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇന്നലെ ഞാൻ കാലത്ത് എടുക്കാഞ്ഞത് ഇത് തന്നെയായിരുന്നു പ്രശ്നം. വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രസൽസിലെ മാർക്കറ്റ് കോടമഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഏകദേശം ഫ്രോntera മെറ്റ്സ് ഇപ്പം അവിടെ നിന്നുള്ള ബ്ലോക്കുകൾ കണ്ട 9:28 9:30 ഇപ്പോഴും ബ്ലോക്ക് മാറിയില്ല. സാധാരണ 8:30 ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഇങ്ങോട്ട് കയറാനായിട്ട്. ഒരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3 മണി വരെ ഇത് തന്നെ തിരിച്ചും. അതിനുശേഷം വൈകിട്ടൊരു 5 മണി തൊട്ട് ഒരു 6-6:30 വരെ ഇത് തന്നെ. ഇതാണ് ഈ പറഞ്ഞ ബോർഡർ.
നിന്ന് 1 കിലോമീറ്റർ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.